ഷൈമോളും ഭർത്താവും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് തത്സമയം. സ്വാഗതം ശ്രീമതി ഷൈമോൾ. യെസ്, അങ്ങനെ ഒരു വർഷം നീണ്ട നിയമ പോരാട്ടമാണ് നടത്തിയത്. ഒരു ചെറിയ കാര്യമല്ല. പോലീസിനെതിരെ നമുക്കറിയാം, സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരു നീതി ലഭിക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ആ ഒരു വർഷം എന്ന് പറയുന്നത് കടുത്ത നിയമയുദ്ധത്തിന്റെ കാലം കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ എത്രത്തോളം സംതൃപ്തിയുണ്ട്? ഇവിടെ അവസാനിക്കുമോ ഈ നിയമ പോരാട്ടം? ഇവിടെ അവസാനിക്കുന്നില്ല. നിയമപോരാട്ടം അവസാനിക്കുന്നില്ല. സസ്പെൻഷനിലൊന്നും മതിയാക്കത്തില്ല. അതേപോലെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകും. അതായത് പലതരത്തിലുള്ള ന്യായങ്ങൾ നമ്മൾ കേട്ടതാണ്. SI തന്നെ പലതരത്തിൽ SHO പറയുന്നുണ്ട്. സ്റ്റേഷനിൽ കയറി അവിടെ ഒരു നമ്മുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി സ്റ്റേഷനിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കി. അങ്ങനെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷെ അങ്ങനെ ചില വിചിത്രമായ ന്യായവാദങ്ങൾ കൂടി SI ഉയർത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ദൃശ്യങ്ങൾ വന്ന ശേഷം ഇതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാനായതിൻ്റെ ഒരു സംതൃപ്തി കൂടി ഉണ്ടോ? അതെ, അവർക്കത് നേരത്തെ അങ്ങനെയൊക്കെ ഞാൻ അവിടെ അക്രമമൊക്കെ സൃഷ്ടിച്ചെങ്കിൽ അവർക്കത് നേരത്തെ തെളിയിക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാനവിടെ തോക്കും കത്തിയായിട്ടൊന്നും അല്ല പോലെ പൊടി കുഞ്ഞുങ്ങളുമായിട്ടാണ് കയറി ചെല്ലുന്നത്. ആകെ അക്രമ സൃഷ്ടി എന്ന് പറയാനായിട്ട് ഞാൻ നിലവിളിച്ച് ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. എന്നെ നെഞ്ചത്ത് പിടിച്ച് അന്നേരം തള്ളി നാടകം കളിക്കാതെ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആളെ അടുത്തേക്ക് എന്തിനാ നെഞ്ചത്ത് പിടിച്ച് തള്ളിയെന്ന് ചോദിച്ചു ആളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതാണ് ആകെ അവിടെ ഉണ്ടായ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെളിവായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോളം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കും. ശരി, ശ്രീ ബെഞ്ചോ, എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടു മുന്നിൽ രണ്ട് ജീവനക്കാർ, തൊട്ടു മുന്നിലത്തെ സ്ഥാപനത്തിലത്തെ രണ്ട് ജീവനക്കാർ അവിടെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവർ കിടന്ന ബഹളം വെച്ച് ഓളി വയ്ക്കുന്നത്, അതായത് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങായിരുന്നു. എൻ്റെ വൈഫാണ് എന്നെ വിളിച്ച് എനിപ്പിച്ച് ഇത് സംഭവം എന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പോയി ഈ സംഭവം നോക്കി ചോദിച്ചു, എന്താ കാര്യം സാറേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ പ്രകാരം ഞങ്ങൾ ഈ റോഡിൽ തന്നെ ഈ സൈഡിലേക്ക് മാറി നിന്ന് ഞാനൊരു വീഡിയോ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരെന്നെ ഉപദ്രവിക്കുന്നതും അങ്ങനത്തെ ഇതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി പോവാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് കയറി നമ്മൾ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ഈ സംഭവം നമ്മൾ ഇത് അറിയുന്നില്ല. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇത് അറസ്റ്റ് ചെയ്യണം. എൻ്റെ വൈഫിൻ്റെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക്, അതായത് നാട്ടിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാഗും സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. മക്കളെയൊക്കെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഫ്തിയിൽ ഈ പ്രതാപ് ചന്ദ്രൻ ഉൾപ്പെടെ ഒരു 3-4 പേര് വന്ന് നേരെ എൻ്റെ ഫോൺ വാങ്ങിച്ച്, അതായത് ആദ്യം കയറി വരുന്നത് നമ്മൾ പരിചയമുള്ള ഒരു പോലീസുകാരൻ വന്ന് നമ്മുടെ അടുത്ത് എന്താണ് വീഡിയോ ഏതാണ് ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതാണ് സാറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ പിടിച്ചു കൊണ്ടുപോകണം. നമ്മളതിനെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മളതിനെ ഈ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ട് നമ്മളതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ പാസ്വേഡ് പറയടാ, തുറക്കറ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കിതിൻ്റെ ഗൗരവമൊന്നും എനിക്കറിയണില്ല, ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല. ആ സമയത്ത് എൻ്റെ വൈഫ് തൊട്ടുപുറകെ തന്നെ അവളും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളായിട്ട്. നേരെ കയറി കാണുമ്പോൾ എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് ഇവർ വട്ടം കൂടി നിന്നിട്ട് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ എന്തിനാ സാറ് ഉപദ്രവിക്കണേന്നാണ് എൻ്റെ വൈഫ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം ചോദിച്ച് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കണതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടും ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കണ്ടീഷൻ അറിഞ്ഞൂടെ. 2 കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഗർഭിണിയാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വൈഫ് ഗർഭിണിയാണോട്ടോ പറഞ്ഞിട്ട് ഞാൻ ആളുടെ അടുത്ത് കാല് പിടിക്കുന്നുണ്ടായില്ല, വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ തട്ടി മാറ്റി പുള്ളി അവിടെ ഈ അടിക്കുന്നതിന് മുമ്പേ തന്നെ ഭാര്യ ഗർഭിണിയാന്ന വിവരം ഈ SHOയോട് നിങ്ങൾ പറയുന്നുണ്ട്? അറിഞ്ഞിട്ടുള്ളതാണ്. അത് ഇവിടെ നിന്ന് നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മളതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ അടുത്ത്
സംസാരിച്ചതാണ്. ഈ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി പോകാൻ നിൽക്കുന്നുണ്ട് സാറേ, ഞങ്ങൾക്ക് നാളെ കാലത്താണ് സ്കാനിങ് പറഞ്ഞിട്ടുള്ള അപ്പോയിൻമെന്റ്, ഞങ്ങൾ 2 മാസം മുമ്പാട് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾ വൈകിട്ട് വന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി ഇന്നലത്തെ ഒരു ആരോപണം കണ്ടിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് മുങ്ങി നടക്കായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല താങ്കൾക്കെതിരെ മറ്റനേകം കേസുകൾ ഉണ്ട് എന്ന് കൂടി അദ്ദേഹം ന്യായീകരിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒരു വാസ്തവം എന്താണ് ബെഞ്ചോ? അത് ഞാൻ ഇന്ന് കാലത്ത് ഞാൻ 2-3 ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ എന്തൊക്കെയാണ് കേസുകൾ കാര്യങ്ങൾ നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ള ആരോപിച്ചുള്ള ഇതൊക്കെയും ചെറിയ ഈ പെറ്റി, അതായത് കൊറോണയുടെ കാര്യത്തിന്റെ സമയത്തുള്ള ഒരു പെറ്റി, പിന്നെ ഈ വേസ്റ്റ് അവിടെ വെച്ചിട്ടുള്ള ഒരു പെറ്റി, അതൊക്കെയും ഇവര് എടുത്തിടുന്ന കേസുകളാണ്, അല്ലാണ്ട് വേറെ കേസുകളൊന്നല്ല. അപ്പൊ അതായത് ഒരു വീഡിയോ എടുത്തു, അതിന്റെ ഒരു പ്രതികാര നടപടിയായാണ് ഇത്രയും നേരിട്ടത്. അതെ 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 അവർക്ക് ആ വീഡിയോ നോക്കണമായിരുന്നു, എന്താണ് നമ്മളതില് പിടിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആ സാധനം നമ്മളതിനെ കൊണ്ടുപോയത്. നമ്മളവിടുത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് കസ്റ്റഡി എടുക്കാൻ തന്നെ വന്നതായിരുന്നു. അതെ 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 നേരെ കസ്റ്റഡി എടുക്കാൻ വന്നതായിരുന്നു. വീഡിയോ കാണിക്കാനാണ് ആദ്യം ഫസ്റ്റ് ആവശ്യപ്പെട്ടത് അവര്. അതെ 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 ഷൈമോൾ, ഇതിനകത്ത് 1 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടം ഇതിനകത്തുണ്ടായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോലീസിലടക്കം പല ആളുകളെ, മനുഷ്യാവകാശ കമ്മീഷനടക്കം, വനിതാ കമ്മീഷനടക്കം ഒരുപാട് ആളുകൾ ഒരുപക്ഷെ സമീപിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല എന്തൊക്കെ പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തിയെന്ന്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആളുകൾ വളരെ നിങ്ങളോടൊരു അനുഭാവപൂർവ്വം പെരുമാറിയിട്ടുണ്ടായിരുന്നോ? പലയിടങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനൊരു വിമുഖത നേരിട്ട് എന്താണ് ആ ഒരു വർഷ കാലയളവിൽ എന്തൊക്കെ സംഭവിച്ചു? എന്തൊക്കെ സംഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി? ആദ്യം നമ്മൾ ആവശ്യപ്പെട്ടത് CCTV ഫുട്ടേജ് വേണമെന്നായിരുന്നു. അത് നമ്മൾ ഒത്തിരി പേർക്ക്, മനുഷ്യാവകാശ കമ്മീഷനിലും പിന്നെ DGPക്കും എല്ലാവർക്കും നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ തരാൻ പറ്റത്തില്ല എന്നാണ് റിപ്ലൈ തന്നുകൊണ്ട് ലെറ്റർ വരും, തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ അവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ആൾ ഹാജരായിട്ടില്ല എന്ന് പറയും. പിന്നെ ഇത് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ വക്കീലിനെ കൊണ്ട് ഈ ഹൈക്കോടതിയിൽ നമുക്ക് ഇത് CCTV കിട്ടാൻ വേണ്ടി, ആകെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രൂഫ് അതാണല്ലോ തെളിവ്, അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 1 വർഷം കൂടുതലായി നടക്കുന്നു. ഇന്നലെയാണ് നമുക്കത് കയ്യിൽ കിട്ടുന്നത്. ഷൈമോൾ, വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു? എല്ലായിടത്തും പോയായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലായിടത്തും പോയായിരുന്നു. നമുക്ക് ഹൈക്കോടതി ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പറയുന്നത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് അവർക്കൊന്നും. അതെ അതെ. അന്ന് അടിയേറ്റത്തിന് പിന്നാലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായോ? ഉണ്ടായി. എനിക്ക് അവിടെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വയറിലൊക്കെ പിടിച്ച് തള്ളുന്നുണ്ട്, നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നുണ്ട്, മുടിക്കുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട്, മുഖത്ത് അടിക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആ സമയത്ത് തന്നെ എനിക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. നല്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. 3 മാസം പ്രഗ്നൻറ്റും കൂടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇവരെനിക്കെതിരെ ഇങ്ങനെയുള്ള ഈ കേസുകളെല്ലാം ഇട്ടത്. ഷൈമോൾ, അതായത് നമുക്കറിയാം ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്ത് നമ്മുടെ അന്തസ്സിനേൽക്കുന്ന നമ്മുടെ അഭിമാനക്ഷതം കൂടിയാണ് നമുക്ക് ഏൽക്കുന്നത്. കാരണം ഒരാളിങ്ങനെ വളരെ നമ്മളെന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ചെയ്തിട്ടല്ല, പക്ഷെ ഒരു അന്യായത്തെ ചോദ്യം ചെയ്യുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ചില മാനസിക വിചാരങ്ങളുണ്ടോ? അതെനിക്കൊന്നൊരു എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം എന്തൊക്കെ ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയി ആ സമയത്ത്? ഒരുപാട് മാനസികാവസ്ഥയിലൂടെ തന്നെ കടന്നു പോയത്. 5 ദിവസം പിടിച്ച് ഒരു തെറ്റ് ചെയ്യാണ്ട് ഹസ്ബൻഡിനെ പിടിച്ച് ജയിലിലിടുക, ഈ 2 കുഞ്ഞുങ്ങളെ വെച്ച്, വയറ്റിലൊരു കുഞ്ഞിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച് കടന്നു. എനിക്ക് കേസ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി ജാമ്യത്തിന് ഇറങ്ങാനോ ആളെ അന്വേഷിച്ച് ഓടുക, എല്ലാം ഒരുപാട് മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് ആ സമയം ഞാൻ കടന്നു പോയത്. അതിന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്.
തീർച്ചയായിട്ടും ബെഞ്ചോ, അതായത് നിങ്ങളുടെ ഒരു നിയമ പോരാട്ടം സത്യം പറഞ്ഞാൽ അതൊരു ഫലം കണ്ടു, അതിനൊരു പൂർണ്ണതയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു നടപടി എടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഒരു സസ്പെൻഷനിൽ ഇത് ഒതുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഇനിയിപ്പോൾ എന്തൊക്കെ നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയും? കാരണം ഞങ്ങളടക്കം വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇത്തരം ഒരു കൃത്യം ചെയ്ത ഒരാൾക്ക് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് മതിയായ ഒരു ശിക്ഷാ നടപടി അല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വക്കീലായിട്ട് ഉണ്ടാവും. അപ്പോൾ വക്കീല് പറയണ പോലെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഫുള്ളായിട്ട് നമ്മുടെ പ്ലാൻ ഉള്ളത്. പണ്ട് തൊട്ടിട്ട് നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നീതി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു രാത്രിയിൽ തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു കാര്യം നടന്നു. അപ്പോൾ ഇനി നമുക്ക് നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പിന്നീടും നമ്മളെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കോടതിനെ ധരിപ്പിച്ച് കാര്യങ്ങൾ എല്ലാവരും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയട്ടെ, കോടതി പറയട്ടെ. ഇനി ഷൈമോൾ, ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ നടുക്കത്തോടെ ദുഃഖത്തോടെയാണ് പൊതുസമൂഹം അതിനെ കാണുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ വലിയ ക്യാമ്പയിനുകളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെല്ലാം തരത്തിലുള്ള പിന്തുണകൾ, പ്രതികരണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്? ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരം ആയിരുന്നല്ലോ, പിന്നെ ഒന്നും നമുക്ക് അതിനുള്ളതൊന്നും സമയമായിട്ടില്ല. ഇന്ന് ഇപ്പോൾ പോകണം, അതിനായിട്ട് ഇറങ്ങണം. ജനപ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തോ? ഇല്ല, നൈറ്റിലല്ലായിരുന്നു, അതുകൊണ്ട് ആരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം, സസ്പെൻഷൻ പോരാ? അതെ, ശരി. യെസ്, അപ്പോൾ എന്തായാലും നിയമ പോരാട്ടം തുടരുക തന്നെ വേണം. കാരണം ഇത്തരമൊരു കൃത്യം നടന്ന് നമ്മുടെ ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിക്കാനോ ഒരു അന്തസ്സിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില ക്ഷതങ്ങൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും വലിയ നടപടികൾ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാവണമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനുള്ള ഒരു കരുത്ത്, മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. കൂടുതൽ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുക. നന്ദി ഷൈമോൾ ബെഞ്ചോ.